ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. അതല്ലേ, നമ്മൾ ഈ അമ്മാവനോട് ടാറ്റായും കാണിച്ച് ഈ ബോട്ടിൽ കയറി എങ്ങോട്ടാ യാത്ര എന്നറിയാമോ? ആ കാണുന്ന ഐലൻഡിലേക്ക്. യെസ്, എ ഡേ ഇൻ ആൻ ഐലൻഡ്. സോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ബുക്കിംഗ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഫുൾ ഐലൻഡ് പ്രിമിസസ് നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ കുറച്ച് മുൻട്രോ ട്രിപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഹോട്ടലിൽ പോയി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വെൽക്കമിങ്, അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി വളരെ കിടിലമായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ ഐലൻഡ്. അവർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ബിൽഡ് സെറ്റപ്പ് വെച്ചിട്ട് ആക്ച്വലി ദ പ്രൈസ് വാസ് വെരി ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാം. ഒരുപാട് പെറ്റ്സ് ഉണ്ട്. പിന്നെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റാകെ ഈസിലി നടന്ന് കാണാം വിത്തിൻ 2 minutes. ബിക്കോസ് അത്രയുള്ള ആ ഒരു കുഞ്ഞ് ഐലൻഡാണ്. കുഞ്ഞ് ഐലൻഡ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് ഗാർഡൻ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ബിൽഡിങ്സ് ആൻഡ് എവറിത്തിങ്. അതിൻ്റെ നമുക്ക് ഇപ്പം കൺസ്ട്രക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും സാധനങ്ങൾ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള ഒരു തന്നെ പാടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേ ആൻഡ് ഈവനിങ് സൺസെറ്റ് വാസ് സോ ഗുഡ്. വളരെ പീസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഐലൻഡിൽ. അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇതുപോലെ നല്ല പീസ്ഫുള്ളായിട്ടൊരു സൺസെറ്റ് കണ്ടില്ല. സോ ടുനൈറ്റ് ഈസ് ഹെർ ബർത്ത്ഡേ. സോ ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയെൻ്റെ കണ്ണിൻ പിഞ്ഞാണം, മൊട്ടുപോലെ ചിരിച്ചും കൊണ്ടെൻ്റെ നീ ഉള്ളിലാകെ പുത്തുവിരിഞ്ഞില്ലേ. മോർണിംഗ്സ് ബി ലൈക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ വിജയ് ചേട്ടനുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു ബോട്ട് റൈഡിന് പോയി. ഹോട്ടലുകാർ അറേഞ്ച് ചെയ്തതെന്നാണ്. മാംഗ്രോവ് ഫോറസ്റ്റും പിന്നെ ഒരു ചെറിയ വില്ലേജ് ടൂർ പോലെ. വളരെ കിട്ടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോട്ടലുകാർ പറഞ്ഞു കൊള്ളായിരിക്കും, ഒരു മസ്റ്റ് ട്രൈ ആണ്, ഒരു 2 hours ഉണ്ടാവും, ഒരു 1200 rupees ആവുന്നു. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്തതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വളരെ രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഡിസംബർ മാസമായതുകൊണ്ട് സ്ലൈറ്റ്ലി ഫോഗി ആയിരുന്നുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൺറൈസൊക്കെ വളരെ സ്ലോ സൺറൈസ് ആയിരുന്നു. ഞങ്ങൾ റിയലി ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്തു. പിന്നെ അവിടുത്തെ കായലിൽ നിന്നൊരു ചെറിയ കുളിയൊക്കെ കുളിച്ച് അവിടുത്തെ ചേച്ചി നല്ല രീതിയിൽ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഹോട്ടൽ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. അപ് ടു ക്ലാസ് എന്ന് പറയാം. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാം, കുഴപ്പമില്ല, കംഫർട്ടബിളാണ്. ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ വെള്ളമുള്ളതിൻ്റെ ഒരു പ്രശ്നം മാത്രം നോക്കിയാൽ മതി. സോ ദ പ്ലേസ് ഈസ് മുൻട്രോ എക്കോ ക്യാമ്പ് ആൻഡ് ഓൾസോ നോൺ ആസ് വിനീസ് പാം. സോ നിങ്ങൾ ഫ്രീ ആണ്. ഒരു ബ്രേക്ക് എടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കൊരു ഐലൻഡിൽ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. സോ ദാറ്റ് വാസ് ഞങ്ങളുടെ തിരിച്ച് ബോട്ട് റൈഡാണ്. ഞാൻ അതിൽ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് പ്ലേസ് ഈസ് സോ ബ്യൂട്ടിഫുൾ, ഐ കാൻറ്റ് സ്റ്റോപ്പ് ഫിലിമിങ്.